ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകാൻ പെട്ടെന്ന് തിടുക്കത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഫേമസ് ആയിട്ടുള്ള പല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കി ഐറ്റങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ടൈമിൽ കാണിക്കാം. ഞാനിവിടെ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, ഏകദേശം കണക്ക് പറഞ്ഞാൽ ഒരു 15 ചെറിയ ഉള്ളിയോളം വരും. പിന്നെ വേണ്ടത് നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി, ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 4-5 അല്ലി വെളുത്തുള്ളിയാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് അടുപ്പിലൊരു കടായി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ ലാസ്റ്റ് കടുക് താളിച്ച് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കടുകൊക്കെ ചേർത്ത് ഡയറക്റ്റായിട്ട് തന്നെയാണ് ചട്നിയായിട്ട് തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടാവുന്ന ടൈമിൽ നമുക്കിതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളൊരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷം ഇതിനൊപ്പം തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി, ഒരു 15 ചെറിയ ഉള്ളിയോളം വരും. അപ്പോൾ ആ ചെറിയ ഉള്ളികൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കാരണവശാലും സവാള യൂസ് ചെയ്യരുത്, ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയും, അങ്ങനെ 1.5 തക്കാളി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റണം. ഇത് വഴട്ടുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ വഴറ്റണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ വഴട്ടാം. ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴട്ടുമ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പം എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ടൊരു 2-3 ഇല കരിയേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിയേപ്പില കൂടാതെ നോക്കുക, അങ്ങനെയാണെങ്കിൽ കൂടിപ്പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കരിയേപ്പിലയുടെ ടേസ്റ്റ് അരച്ചെടുക്കുമ്പോൾ കിട്ടും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തുടഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല വെന്തുടഞ്ഞ് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. ഇനി നമുക്കിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പൊടിവർഗ്ഗങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീർ ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാശ്മീർ ചില്ലി യൂസ് ചെയ്താൽ അതിൻ്റെ നല്ല കളർ കിട്ടും നമുക്ക്. ഒരു 3/4 ടീസ്പൂൺ കാശ്മീർ ചില്ലിയും പിന്നെ ഒരു കുറച്ച് മല്ലിയില, അതായത് നമുക്കൊരു നമ്മൾ 2 വിരലുകൊണ്ട് നുള്ളി എടുക്കാൻ പറ്റുന്ന ആ അത്രയും ക്വാണ്ടിറ്റിക്കുള്ള മല്ലിയിലൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ വഴറ്റണം. നമ്മൾ നല്ല രീതിയിൽ വഴറ്റുമ്പോഴത്തേക്ക് വീണ്ടും എണ്ണ തെളിഞ്ഞ് വരും. പിന്നെ ഉപ്പ് നിങ്ങൾ ഇടയ്ക്കുന്ന ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും. ആ ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര മറക്കാതെ തന്നെ നിങ്ങളിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ തക്കാളിയുടെയും ഒക്കെ പുളിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. പഞ്ചസാരയോടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും എണ്ണ തെളിഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇഡ്ഡലി, ദോശ, മസാല ദോശ, ഗീ റോസ്റ്റിനോടൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ.